സംസ്ഥാനത്ത് തകർത്തു പെയ്ത് കനത്ത മഴ, വിവിധ ജില്ലകളിൽ ഉരുൾപൊട്ടൽ, നിരവധി മരണങ്ങളും ജാഗ്രതാ നിർദ്ദേശം. സംസ്ഥാനത്ത് തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. വിവിധ ജില്ലകളിലുണ്ടായ ഉരുൾപൊട്ടലിലും മലവെള്ളപ്പാച്ചിലിലും പെട്ട് നിരവധി മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. കോട്ടയം, ഇടുക്കി ജില്ലകളിലെ മലയോര മേഖലകളിലാണ് ദുരന്തം കൂടുതൽ ആഘാതം സൃഷ്ടിച്ചത്. കനത്ത മഴയെ തുടർന്ന് നദികളിൽ ജലനിരപ്പ് ഉയരുകയും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാവുകയും ചെയ്തു. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, വയനാട് ജില്ലകളിലെ മലയോര മേഖലകളാണ് കൂടുതൽ ദുരന്തബാധിതമായിട്ടുള്ളത്. കോട്ടയത്തും ഇടുക്കിയിലുമുണ്ടായ ഉരുൾപൊട്ടലിലാണ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിരവധി വീടുകളാണ് തകർന്നത്. ഏക്കർ കണക്കിന് കൃഷിയും നശിച്ചിട്ടുണ്ട്. റോഡുകളിലേക്ക് മണ്ണും മരങ്ങളും വീണ് പലയിടത്തും ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടിരിക്കുകയാണ്. NDRF, ഫയർഫോഴ്സ്, പോലീസ് എന്നിവരുടെ നേതൃത്വത്തിൽ അടിയന്തര രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. കഴിഞ്ഞ രാത്രി മുതൽ പെയ്യുന്ന തീവ്ര മഴയെ തുടർന്ന് മലയോര മേഖലകളിൽ പെട്ടെന്ന് ഉരുൾപൊട്ടൽ ഉണ്ടാവുകയായിരുന്നു. ഉരുൾപൊട്ടലിൽപ്പെട്ട് വീടുകൾ തകരുകയും ആളുകൾ മണ്ണിനടിയിലാവുകയും ചെയ്തു. തിരച്ചിലിനൊടുവിലാണ് 4 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. അപകടത്തിൽപ്പെട്ട ഏതാനും പേർക്കായി പ്രദേശവാസികളുടെയും രക്ഷാസേനകളുടെയും നേതൃത്വത്തിൽ തിരച്ചിൽ തുടരുകയാണ്. വൻതോതിൽ പാറക്കല്ലുകളും മണ്ണും ചെളിയും ഒഴുകിയെത്തിയതോടെ പല പ്രദേശങ്ങളും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. വൈദ്യുതി തൂണുകൾ കടപുഴകി വീണതിനെ തുടർന്ന് മലയോര ഗ്രാമങ്ങളിൽ പൂർണ്ണമായും വൈദ്യുതി ബന്ധവും വാർത്താവിനിമയ സൗകര്യങ്ങളും വിച്ഛേദിക്കപ്പെട്ടു. മീനച്ചിൽ, മണിമല, പെരിയാർ, പമ്പ തുടങ്ങിയ പ്രധാന നദികളിലെല്ലാം ജലനിരപ്പ് അപകടകരമായ രീതിയിൽ ഉയർന്നിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. ദേശീയ സംസ്ഥാന പാതകളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടതും മലയിടിച്ചിലുണ്ടായതും അന്തർജില്ലാ ഗതാഗതത്തെ സാരമായി ബാധിച്ചു. ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന കുടുംബങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ ജില്ലാ ഭരണകൂടങ്ങൾക്ക് സർക്കാർ കർശന നിർദ്ദേശം നൽകി. റവന്യൂ, പോലീസ്, ഫയർഫോഴ്സ് വിഭാഗങ്ങൾക്കൊപ്പം ദേശീയ ദുരന്ത നിവാരണ സേനയെയും ദുരന്തബാധിത മേഖലകളിൽ വിന്യസിച്ചിട്ടുണ്ട്. പ്രകൃതിദത്ത തടസ്സങ്ങൾ കാരണം ചിലയിടങ്ങളിൽ യന്ത്രങ്ങൾ എത്തിക്കാൻ സാധിക്കാത്തത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നുണ്ട്. വെള്ളപ്പൊക്ക, ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള മേഖലകളിൽ അടിയന്തരമായി ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. എല്ലാ ജില്ലാ കളക്ടറേറ്റുകളിലും താലൂക്ക് ഓഫീസുകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. അടുത്ത 24 മണിക്കൂർ കൂടി സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ ജില്ലകളിൽ റെഡ്, ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാഹചര്യം കണക്കിലെടുത്ത് പൊതുജനങ്ങൾക്ക് വിവിധ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. 1. യാത്രാ വിലക്ക്. മലയോര മേഖലകളിലേക്കുള്ള രാത്രികാല യാത്രകളും വിനോദസഞ്ചാരങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക. 2. മാറി താമസിക്കുക. നദീതീരങ്ങളിലും ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലും താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശം ലഭിക്കുന്ന മുറയ്ക്ക് മാറി താമസിക്കാൻ തയ്യാറാകണം. 3. വ്യാജ വാർത്തകൾ ഒഴിവാക്കുക. ഔദ്യോഗികമായി ലഭിക്കുന്ന സന്ദേശങ്ങളും മുന്നറിയിപ്പുകളും മാത്രം വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക.